പിന്നുള്ളത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാലത്തും മഹേന്ദ്ര സിംഗ് ധോണിയുടെ പേരും പെരുമയും പറഞ്ഞുകൊണ്ട് അവർക്ക് ജീവിക്കാനാവില്ല എന്ന സത്യം അവരും മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം തന്നെ ഈ മത്സരശേഷം ധോണിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നെ ഇദ്ദേഹം പറയാണ്, ഗെയ്ക്വാദ് പറയാണ് ചിലപ്പോൾ അടുത്ത സീസണിൽ വരുമായിരിക്കും. എന്തിനാണ് ഇങ്ങനത്തെ ഈ ഒരു ആവശ്യമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ധോണിയുടെ പേര് വിട്ടിട്ട് ഇത്ര കാലം ഇങ്ങനെ ജീവിക്കരുത്, ജനങ്ങൾ പറ്റിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ധോണി അദ്ദേഹത്തിന് വലിയ പരിക്കൊന്നുള്ളതായിട്ടുള്ള പിന്നെ അനുഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ധോണിയുടെ കാര്യത്തിൽ ഒരു ഒളിച്ചു കളി നടത്തിക്കൊണ്ട് ഫാൻസിനെ ഗാലറിയിലേക്ക് എത്തിക്കാൻ ധോണി അടുത്ത കളി കളിക്കും, അടുത്ത കളി കളിക്കും, അടുത്ത കളി കളിക്കും, അങ്ങനത്തെ റൂമറൊക്കെ പരത്തിക്കൊണ്ട് പിന്നെ ആ രീതിയിലാണ് അവർ ധോണിയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ധോണിയുടെ കാര്യത്തിൽ ധോണി യുഗത്തിൽ നിന്ന് തീർച്ചയായും മുന്നോട്ട് പോവേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം ചെന്നൈ 2023 ശേഷം ചെന്നൈ ഗതി പിടിക്കാത്തതിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന് ധോണി കൂടിയാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 2025 2024 സീസണിലൊക്കെ നമുക്കറിയാം പല മത്സരങ്ങളിലും ധോണിയുടെ ബാറ്റിംഗ് പൊസിഷൻ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. ധോണി 2024 സീസൺ 25 സീസണിലൊക്കെ അദ്ദേഹം ഒരു ഏത് പൊസിഷനിൽ ഇറങ്ങണം, അതായത് ജയിക്കാവുന്ന മത്സരങ്ങളിൽ പോലും അദ്ദേഹം പൊസിഷൻ മാറി 8-ാമനായിട്ടും 9-ാമനായിട്ടൊക്കെ ഇറക്കി ഓരോരുത്തരെ ഉന്തി പറഞ്ഞു വെക്കുന്ന ആ രീതിയിൽ അദ്ദേഹം പിന്നെ ഇറങ്ങിക്കൊണ്ട് പല മത്സരങ്ങളും CSK തോറ്റിട്ടുണ്ട്. അപ്പോൾ ധോണിയുടെ അദ്ദേഹത്തിനെ പോലെ അബിലിറ്റി ഉള്ള ഒരു താരം ഏത് പൊസിഷനിലാണ് കളിക്കേണ്ടത് എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ പോലും പറ്റാതെ, അല്ലെങ്കിൽ ധോണി ഒരു സ്റ്റാർഡം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്ന പൊസിഷൻ ഞാൻ സെലക്ട് ചെയ്യാം എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ധോണി യുഗത്തിൽ ധോണിയുടെ കാര്യത്തിൽ ഒളിച്ചുകളി മാറ്റി വെച്ചുകൊണ്ട് ഇനിയെങ്കിലും അവർ ഒരുപാട് പിന്നെ അവർ തന്നെ ഒരു പുതിയൊരു യുഗം ധോണിക്കും അതുപോലെ തന്നെ സ്റ്റീഫൻ ഫ്ലമിങ്ങിനും അപ്പുറമുള്ള ഒരു യുഗം തീർച്ചയായിട്ടും CSKയിൽ വരേണ്ടത് അത്യാവശ്യം.